പാട്രിയാർക്കൊക്കെ തീയിട്ടിരിക്കുകയാണ് ഗീതു മോഹൻദാസ് എന്നാണ് എനിക്ക് ഇത് താഴെ ഈ ടോക്സിക്കിൻ്റെ ട്രെയിലറും ടീസറും അതിൻ്റെ താഴെയുള്ള കമൻറ്റൊക്കെ കണ്ടപ്പോൾ തോന്നിയത്. 56 മില്യൺ വ്യൂസാണ് ഞാനിപ്പോൾ നോക്കും. 56 മില്യൺ വ്യൂസ്. യാഷ് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഹീറോ ആണല്ലോ. അപ്പോൾ അവരങ്ങ് സക്സസ് ആവാണ്. സത്യത്തിൽ ഈ സിനിമ ഞാൻ ഇന്നാണ് ടീസർ കണ്ടത്. ടീസർ കണ്ടപ്പോൾ പക്ഷേ അതിനകത്ത് ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ഒരൊറ്റ മനുഷ്യൻ, നമ്മൾ പറയുമ്പോൾ ഈ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെയുള്ള സിനിമാ നിരൂപകർ ഭയങ്കര ഗംഭീരന്മാരാണ്, നമ്മളൊന്നും അത്ര പോരാ എന്ന തോന്നലാണല്ലോ നമുക്കുണ്ടാവുക. സത്യത്തിൽ ആരും പറയാത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് ഈ ലോക സിനിമയിലെ ഏറ്റവും നമ്പർ 1 ആയിട്ടൊക്കെ പലരും പറയുന്ന ഗോഡ് ഫാദർ സിനിമയിലെ സെമിത്തേരി സീൻ എന്ന് വെച്ചാൽ വളരെ ഹിറ്റായിട്ടുള്ളൊരു ഭയങ്കരമായിട്ടുള്ള സീനാണല്ലോ. അതിപ്പോൾ ജസ്റ്റ് ഞാനിപ്പോൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ സെമിത്തേരി സീനിനോട് ഒരുപാട് റെഫറൻസ് ഉള്ള സാധനമാണ്. ബ്ലാക്ക് കോട്ട് സൂട്ട് ഇട്ടിരിക്കുന്ന ആളുകൾ ശവപ്പെട്ടി ഇങ്ങോട്ട് വരുന്നു, പൂക്കളുമായിട്ട് കുട്ടികൾ എടുക്കുന്നു, ഇരുണ്ട അന്തരീക്ഷമാണ്, വലിയൊരു ഗേറ്റ് സെമിത്തേരിയുടെ തുറക്കുന്നു, ഇത്രയും കാര്യങ്ങളെങ്കിലും അതിനകത്തുണ്ട്. അപ്പോൾ വളരെ ഒരു ഗോഡ് ഫാദർ സിനിമയോട് എന്തെങ്കിലും റെഫറൻസ് ഉള്ള മാസ് ഹീറോകൾക്കായിട്ടുള്ള എല്ലാ സിനിമകളുടെയും ഒരു പ്രധാനപ്പെട്ട ബേസിക് റെഫറൻസ് എന്ന് പറയുന്നത് എല്ലായിടത്തും ഗോഡ് ഫാദറാണ്. അപ്പോൾ ആ സീനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് ഒരൊറ്റ മനുഷ്യൻ ഈ താഴെ കമൻറ്റ് എഴുതിയില്ല. ഞാൻ വായിച്ചിടത്തോളം കമൻറ്റ് എല്ലാവരും കാണുന്നത് അതിനകത്തൊരു സ്ത്രീ ഒരു സെക്സ് ചെയ്യുന്നുണ്ട്. ആ സ്ത്രീയെ കാണിച്ചിട്ടാണ് ഇവർ ഫെമിനിസ്റ്റുകൾ ഇങ്ങനെ ചെയ്യാൻ പാടോ, ഫെമിനിസ്റ്റുകൾ സെക്സ് ചെയ്യാൻ പാടില്ല എന്നുള്ള വർത്തമാനമാണ് ഇവർ പറയുന്നതായിട്ട് തോന്നുന്നത്. അപ്പോൾ ഈ ആളുകൾക്ക് ഇവർ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ WCCക്കാരൊക്കെ പണിയൊന്നുമില്ലാതെ സിനിമയൊന്നും എടുക്കാതെ പട്ടിണിയും പരിവട്ടമായിട്ട് ഇങ്ങനെ ഔട്ടായി പോകണം. ഞങ്ങളുടെ ഏട്ടന്മാർ സിനിമ എടുക്കും, ഹീറോയിക് സിനിമ എടുക്കും, ഞങ്ങളുടെ ഏട്ടന്മാർ 100 കോടി ക്ലബ്ബ് കിടക്കും, പുലിമുരുകന്മാരെടുക്കും, ലൂസിഫർ എടുക്കും, മറ്റെടുക്കും. എന്നിട്ട് ഞങ്ങളുടെ ഏട്ടന്മാരിങ്ങനെ ബബ്ബ പോലും എടുത്ത് പൈസ ഉണ്ടാക്കും. ഈ ബബ്ബയുടെ ലോജിക്കിനെ പറ്റി ഇവർക്ക് ആർക്കും ഒരു പ്രശ്നമില്ല. ഗീതു മോഹൻദാസ് പടം എടുത്താൽ WCCക്കാർ പടം എടുത്താൽ ഇവർക്ക് ആ പ്രശ്നം. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് പടക്കറിഞ്ഞ് പൊട്ടിച്ചിരിക്കുകയാണ് ഗീതു മോഹൻദാസ്. നിങ്ങൾ എടുക്കുന്ന ഈ പടം എനിക്ക് നിങ്ങളെക്കാൾ ഭംഗിയായിട്ട് എടുക്കാൻ പറ്റും കേട്ടോ എന്നാണ് ഈ പറയുന്നത്. എനിക്കറിയില്ല ഈ സിനിമയുടെ ടീസർ കണ്ടാലൊന്നും നമുക്കിത് സ്ത്രീവിരുദ്ധമാണെന്നൊന്നും പറയാൻ പറ്റില്ല. അതൊരു മാസ് പടം. പിന്നെ ഇപ്പോൾ നമ്മൾ നോക്കൂ, ഇപ്പോൾ ലോക സിനിമയിൽ തന്നെ ഹോളിവുഡിൽ തന്നെ എത്രമാത്രം ഫെമിനിസ്റ്റുകളുണ്ട്. എമ്മ വാട്സൺ, അതായത് UN-ൻ്റെ ഈ തരം മേഖലയിലെ ഒരു അംബാസഡറാണ് എമ്മ വാട്സൺ. മെറിൽ സ്ട്രീപ്പ്, അവരൊക്കെ എന്ന് വെച്ചാൽ മെറിൽ സ്ട്രീപ്പൊക്കെ എത്രമാത്രം സ്ത്രീകളെ വസ്തുവൽക്കരിക്കുന്ന സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. മെറിൽ സ്ട്രീപ്പൊക്കെ ലോകത്തിലെ ഏറ്റവും വലിയ എത്ര സെക്സ് സീനുകൾ അഭിനയിച്ചിട്ടുണ്ട്. മെറിൽ സ്ട്രീപ്പ് പക്ഷേ ഫെമിനിസ്റ്റ് അല്ല എന്ന് പറയാൻ പറ്റുമോ? ഇത് പണ്ട് ഞങ്ങൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ, നമ്മൾ കോളേജിൽ പഠിക്കുന്ന കാലത്ത് പണ്ട് SFIക്കാരും KSCക്കാരെയും മറ്റുള്ളവർ പരിഹസിക്കുന്നതെന്ന് വെച്ചാൽ SFIക്കാരൻ ഒരു പാർക്കർ പെണ്ണെടുത്താൽ SFIക്കാരൻ പാർക്കർ പെണ്ണെടുക്കാൻ പാടുണ്ടോ? ഒരു KSUക്കാരൻ ഒരു നല്ല ഷർട്ട് ഇട്ട് വന്നു കഴിഞ്ഞാൽ നീ കതറില്ലാത്ത ഇടാൻ പാടുണ്ടോ? അതായത് അങ്ങനെ നോക്കിയാൽ BJPക്കാർ പിന്നെ മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യാൻ പാടില്ല. CPMകാർ കോൺഗ്രസ്സുകാരൻ്റെ കടയിൽ ജോലിക്ക് നിൽക്കാൻ പാടില്ല. പിന്നെ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയമുള്ള ആൾ റിലയൻസിൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ പാടില്ല. ഈ പാട്രിയാർക്കൽ ഗ്രൗണ്ടാണ് സിനിമ. കൊമേഴ്ഷ്യൽ സിനിമ എന്ന് വെച്ചാൽ ഈ ഏർപ്പാടാണ്. ഈ ഏർപ്പാടിൽ നിന്നിട്ട് ഫുട്ബോൾ ഗ്രൗണ്ടിൽ കറങ്ങിയിട്ട് ഞാൻ ക്രിക്കറ്റിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് കളിക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റുമോ ഗീതു മോഹൻദാസിന്? ഇതാണ് ഇവിടുത്തെ ഹിറ്റ് ഉണ്ടാകുന്ന ഫോർമുലെങ്കിൽ ഈ പണിയെടുത്ത് വിജയിച്ചിട്ടാണ് അവരവരുടെ ഫെമിനിസം പറയേണ്ടത്, അല്ലേ? അങ്ങനെയല്ലേ വേണ്ടത്?